ഹായ് മക്കളെ, എല്ലാവർക്കും ഉറുദു പഠന ക്ലാസ്സിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം. ക്ലാസ് ആരംഭിക്കുന്നതിന് മുൻപ് നമുക്ക് ഈ ഒരു 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഒന്ന് നോക്കാം അല്ലേ. ഈ ഒരു 3 ചോദ്യങ്ങൾ ആദ്യമായി ഉറുദു പഠിക്കാൻ വേണ്ടി വരുന്ന ഓരോ കുട്ടികളും രക്ഷിതാക്കളും ചോദിക്കുന്ന ചോദ്യമാണ്. എന്തിനാണ് ഉറുദു? ഉറുദു പഠിക്കുന്നതിൻ്റെ നേട്ടം എന്താ? ഉറുദു എവിടെയാണുള്ളത്? അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ എന്തിനാണ് ഉറുദു അല്ലേ? എന്തിനാണ് ഉറുദു എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇംഗ്ലീഷും ഹിന്ദിയും മലയാളവും തമിഴും ഒക്കെ പഠിക്കുന്നത് പോലെ തന്നെ ഉറുദു ഭാഷയും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ വീഡിയോയിൽ തന്നെ, ആശയവിനിമയത്തിന് വേണ്ടിയിട്ടാണ് അല്ലേ. ആശയവിനിമയം എന്ന് പറയുന്നത് ഒരാളുമായി സംസാരിക്കുന്നതും ഒരു ന്യൂസ് പേപ്പർ വായിക്കുന്നതും ഒരു ന്യൂസ് കണ്ട് അതിലെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും ഒരു വീഡിയോ കണ്ടത് മനസ്സിലാക്കുന്നതും എല്ലാം എന്താണ്? ആശയവിനിമയം തന്നെയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ആ ഭാഷയുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ കാര്യങ്ങൾ ഏത് ഭാഷയിലാണോ ഓരോരുത്തരും പറയുന്നത് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിലും അതുപോലെ മറ്റുള്ള ഭാഷകളുമൊക്കെ എന്ത് ഉപകാരമാണോ നമുക്ക് ചെയ്യുന്നത് അതേ എല്ലാ ഗുണങ്ങളും ഉറുദുവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഉറുദു എന്ന് പറയുന്നത് ഒരു ക്ലാസിക്കൽ ലാംഗ്വേജ് ആണ്. ഉറുദു വളരെ താളാത്മകമായിട്ടുള്ള ഒരു ഭാഷയാണ്. ഇപ്പോൾ ഉറുദുവിലെ ഒരു 2 വരി കവിത ഞാൻ ചൊല്ലുകയാണ് കേട്ടോ. നമുക്ക് 5ാം ക്ലാസ്സിലൊക്കെ ഉള്ളൊരു കവിതയായിരുന്നു. അമ്മി അമ്മി ആവോന മുജ്കോ ദൂത് പിലാവോന എന്നാണ്. അപ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ നല്ല രസമുണ്ട് അല്ലേ. ഇതിലെന്താ അർത്ഥം പറയുന്നത്? അമ്മേ അമ്മേ വന്നാലും എന്നെ പാല് കുടിപ്പിച്ചാലും. അപ്പോൾ നമ്മൾ ഈ മലയാളത്തിൽ പറഞ്ഞതും അതുപോലെ ഉറുദുവിൽ പറഞ്ഞതും നിങ്ങളൊന്ന് പാടി നോക്കൂ. ഏതാണ് കുറച്ചുകൂടി നമുക്ക് താളമായി തോന്നുന്നത് അല്ലെങ്കിൽ താളാത്മകമായി തോന്നുന്നത്? ഉറുദു തന്നെ ആയിരിക്കും, അതിലൊരു സംശയം ഉണ്ടാവില്ല അല്ലേ. അപ്പം ഉറുദു എന്ന് പറയുന്നത് വളരെ രസകരമായിട്ടുള്ള നല്ല ഒഴുക്കുള്ള താളാത്മകമായിട്ടുള്ള വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു ഭാഷയാണ്. മറ്റേത് ഭാഷയെ പോലെയും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഭാഷ തന്നെയാണ് നമ്മുടെ ഉറുദുവും. മനസ്സിലായല്ലോ. അടുത്തത് ഉറുദു പഠിക്കുന്നതിൻ്റെ നേട്ടം എന്ത് എന്ന്. ഇതിൻ്റെ അർത്ഥം ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ തൊഴിൽ സാധ്യതയുണ്ട് എന്നുള്ള കാര്യമാണ്. ഒന്ന്, ടീച്ചറാവാൻ കഴിയും. മനസ്സിലായില്ലേ? ടീച്ചറാവാൻ കഴിയും, ഉറുദു ടീച്ചറാവാൻ കഴിയും. അതേപോലെ നമ്മൾ കുറച്ച് ഡിഗ്രി പഠിച്ചു, അത് കഴിഞ്ഞ് MA പഠിച്ചു, BEd MEd ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രൊഫസർ ആവാനും പറ്റും. ഉറുദു പ്രൊഫസർ ആവാനും പറ്റും. ഉറുദുവിൻ്റെ ഒരുപാട് കോളേജുകളുണ്ട് കേട്ടോ. നമ്മുടെ കേരളത്തിൻ്റെ പുറത്ത് ഒരുപാട് കോളേജുകൾ ഉണ്ട്. അപ്പോൾ പ്രൊഫസർ ആകാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് PhD റിസർച്ച് ചെയ്യാൻ പറ്റും, ഗവേഷണം ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മൾ UPSC എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു ഏറ്റവും വലിയ എക്സാമാണ്. IAS IPS ഓഫീസർമാരെയൊക്കെ വാർത്തെടുക്കുന്ന ഒരു എക്സാം. അതിൽ നമുക്ക് ഓപ്ഷണൽ ലാംഗ്വേജ് ആയിട്ട് നമുക്ക് ഉറുദു എടുക്കാൻ കഴിയും. മനസ്സിലായോ? അതേപോലെ തന്നെ ജേർണലിസം എന്ന് വെച്ചാൽ പത്രപ്രവർത്തനത്തിന് നമുക്ക് ഉറുദു ഉപയോഗമാണ്. അതേപോലെ തന്നെ നമുക്ക് ട്രാൻസ്ലേഷൻ, നമ്മൾ കേട്ടിട്ടില്ലേ? ട്രാൻസ്ലേഷൻ വർക്ക് എന്ന് കേട്ടിട്ടില്ലേ? ഒരു ഭാഷയിൽ പറയുന്നത് വേറൊരു ഭാഷയിലേക്ക് മാറ്റി പറയുന്ന ജോലി പല ഭാഗങ്ങളിലുണ്ട്. അതിനും നമ്മുടെ ഉറുദു ഉപയോഗിക്കും. അപ്പം അങ്ങനെ ഒട്ടനവധി തൊഴിൽ സാധ്യതകളും ഉറുദുവുമായി ബന്ധപ്പെട്ട് ഒളിഞ്ഞു കിടപ്പുണ്ട്. അടുത്തത് ഉറുദു എവിടെ എന്നാണ്. ഈ ഉറുദു എവിടെ എന്നുള്ളത് ലോകത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയിലുണ്ട്, നേപ്പാളിലുണ്ട്, ബംഗ്ലാദേശിലുണ്ട്, പാകിസ്ഥാനിലുണ്ട്, അതേപോലെ ഈ അമേരിക്കയിലുണ്ട്, UK ഇവിടെയൊക്കെ ഉറുദു പഠിക്കുന്ന എണ്ണം കൂടുതൽ തന്നെയാണ്. അതേപോലെ നമ്മുടെ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബീഹാർ, ഡൽഹി, തെലങ്കാന, ഉത്തർപ്രദേശ്, കാശ്മീർ ഇവിടെയെല്ലാം എന്തുണ്ട്? നമ്മുടെ ഉറുദു ഉണ്ട്. അവിടെയൊക്കെ 2ാമത്തെ ഔദ്യോഗിക ഭാഷ എന്നുള്ള പദവിയിലടക്കം നമ്മുടെ ഉറുദു ഉണ്ട്. അപ്പോൾ നിസ്സാരക്കാരനൊന്നും അല്ല കേട്ടോ നമ്മുടെ ഉറുദു ഭാഷ. അതേപോലെ കേരളത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാസർഗോഡ്, കണ്ണൂർ മേഖലയിലൊക്കെ ഉറുദു മദർ ടങ്ങായി സംസാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഈ കാസർഗോഡൊക്കെ എന്ന് പറഞ്ഞാൽ കർണാടകയുമായൊക്കെ ബന്ധമുള്ളതാണല്ലേ, കർണാടക ബോർഡറുമായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കർണാടകയിലൊക്കെ ഒരുപാട് ഉറുദു സംസാരിക്കുന്നവരാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഹിന്ദി പോലെ തോന്നും.
ഉറുദുവും ഹിന്ദിയും തമ്മിൽ സഹോദര ഭാഷകളായതുകൊണ്ട് തന്നെ ഹിന്ദി പോലെ തോന്നും. പക്ഷേ ഉറുദുവും നമ്മൾ ധാരാളമായി നമ്മുടെ ഇന്ത്യയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ക്ലിയറായി എങ്കിൽ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച അക്ഷരങ്ങളും വാക്കുകളും ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? ഏതൊക്കെയാ? അലിഫ് അല്ലേ? അലിഫ് വെച്ചിട്ടുള്ള കുറച്ച് വാക്കുകൾ പഠിച്ചു. അലിഫ് എന്നുള്ള അക്ഷരം പഠിച്ചു അല്ലേ? ഇന്നലെ ടീച്ചർ പറഞ്ഞതിൽ ഒരെണ്ണം തെറ്റുണ്ട് കേട്ടോ. അതൊന്ന് നിങ്ങൾ തിരുത്തി പഠിക്കാൻ ശ്രമിക്കണം. ഞാൻ മുന്തിരിയുടെ ചിത്രമാണ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അനാർ എന്നാണ് പറഞ്ഞത്. ശരിക്കും മുന്തിരിയെ നമ്മൾ പറയുന്നത് അങ്കൂർ എന്നാണ് കേട്ടോ. അങ്കൂർ എന്നാണ്, ടീച്ചർ മറന്ന് പറഞ്ഞു പോയതാണ്. അങ്കൂർ എന്നാണ് മുന്തിരിയെ പറയാം. നമ്മൾ ഇന്നലെ പഠിച്ച അനാറില്ലേ, ആ അനാറ് മാതളങ്ങയാണ്. അപ്പോൾ പറഞ്ഞതും ചിത്രവും തമ്മിൽ മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ തെറ്റ് പഠിക്കരുത്. ടീച്ചർ തെറ്റായി പറഞ്ഞതിന് സോറി. അപ്പോൾ അടുത്ത അക്ഷരം ഏതായിരുന്നു നമ്മൾ പഠിച്ചത്? ബേ ആയിരുന്നു അല്ലേ? ബേ വെച്ചിട്ടുള്ള വാക്ക് ഏതെങ്കിലും ഒരെണ്ണം ഓർമ്മയുണ്ടോ? അൽഫ് വെച്ച് നമ്മൾ അമ്മി പഠിച്ചു, അങ്കൂറ്, അനാറ്, പിന്നെ അബ്ബ പഠിച്ചു അല്ലേ? ആ വെച്ച് ആങ്ക് പഠിച്ചു, ആം പഠിച്ചു. പിന്നെ ബേ വെച്ച് എന്തൊക്കെയാണ് ഓർമ്മയുണ്ടോ? ബേ വെച്ച് ഏതെങ്കിലും ഒരു വാക്ക്? ബസ്ത അല്ലേ? പേ വെച്ച് പേട് പഠിച്ചിട്ടുണ്ട്. ടേ വെച്ച് ടോപ്പി പഠിച്ചു. തേ വെച്ച് എന്താ പഠിച്ചത്? തർബോസ് പഠിച്ചിട്ടുണ്ട്. സേ വെച്ച് പഠിച്ചു അല്ലേ? സേ വെച്ച് എന്താ പഠിച്ചത്? സേ വെച്ച് സമർ പഠിച്ചു. അപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന അക്ഷരങ്ങൾ ഇതൊക്കെയാണ്. ഇന്ന് നമ്മൾ ഏകദേശം ഒരു 11 അക്ഷരങ്ങളും അതിൻ്റെ വാക്കുകളുമാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. 11 അക്ഷരങ്ങളും അത് വെച്ചുള്ള വാക്കുകളുമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ആദ്യത്തെ അക്ഷരം ഇതാണ്. ഇത് നമ്മൾ എന്താ വായിക്കുക? ജീമ്. ഈ അക്ഷരമാണ് ജീമ്. അപ്പോൾ ജായിൽ തുടങ്ങുന്ന വാക്കുകൾ, അതേപോലെ ഇംഗ്ലീഷിലാണെങ്കിൽ ജെ അല്ലേ? ഇതെല്ലാം ഇതിലാണ് എഴുതുക, ഈ അക്ഷരത്തിലാണ് എഴുതുക. എന്താ നമ്മൾ പറയുക? ജീമ് കേട്ടോ. ജീമ് വെച്ചിട്ടുള്ള വാക്കുകളാണിവ. ആദ്യത്തെ വാക്കിതാണ് ജഹാസ്. കപ്പൽ, ഷിപ്പിനെ പറയുന്ന പേരാണ് ജഹാസ്. അടുത്തത് നോക്കൂ, ചിത്രം നോക്കിയാൽ തന്നെ നമുക്കറിയാൻ കഴിയും അല്ലേ? ജീപ്പ്. അടുത്തത് നോക്കൂ, ഇവിടെ ഒരു കരടിയുണ്ട്, ഒരു ഡോഗും ഉണ്ട് അല്ലേ? അപ്പോൾ ഇതെല്ലാം എന്താ? മൃഗങ്ങളാണ്. അപ്പോൾ നമ്മൾ മൃഗങ്ങളെ പൊതുവായി പറയുന്ന പേരാണ് ജാൻവർ. അപ്പോൾ മൃഗങ്ങളെ പറയുന്ന പേരാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ജാൻവർ. അപ്പോൾ ഒന്നുകൂടി നമുക്ക് വായിച്ച് നോക്കാം. ജീമ്, ജഹാസ്, ജീപ്പ്, ജാൻവർ. ജീമ്, ജഹാസ്, ജീപ്പ്, ജാൻവർ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത അക്ഷരം നോക്കാം അല്ലേ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അക്ഷരം ചേ ആണ്. ചേ കേട്ടോ. നമ്മൾ ജീമ് എഴുതിയതുപോലെ തന്നെയാണ്, പക്ഷേ കുത്തുകളുടെ എണ്ണത്തിൽ മാത്രമാണ് വ്യത്യാസമുള്ളൂ. ജീമ് ഇങ്ങനെ എഴുതുന്നത് പോലെ തന്നെയാണ് ചീമും എഴുതുന്നത്. ചീമല്ല, ചേ കേട്ടോ. ചേ എഴുതുന്നത് 3 കുത്തുകളാണ് നമ്മുടെ ചേക്കുള്ളത്. ജീമിനാണെങ്കിൽ 1 കുത്തേ ഉള്ളൂ. അപ്പം ചേ വെച്ചിട്ടുള്ള വാക്കുകളാണിത്. ചാർപ്പായി എന്ന് പറഞ്ഞാൽ കട്ടിൽ. ചാർപ്പായി. അതേപോലെ തന്നെ ചാന്ത്, ചന്ദ്രനെയാണ് കേട്ടോ ചാന്ത് എന്ന് പറയുന്നത്. ചാന്ത്. ചാച്ചാജി. ഇതോടെ ചാർപ്പായി, ചാന്ത്, ചാച്ചാജി. ചാർപ്പായി, ചാന്ത്, ചാച്ചാജി. അപ്പോൾ നമുക്ക് ചേ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ചേ മനസ്സിലായെങ്കിൽ നമുക്ക് അടുത്ത അക്ഷരം പഠിക്കാം. അടുത്ത അക്ഷരം ഹേ ആണ്. ഹേ നമ്മൾ ഇംഗ്ലീഷിൽ ഹാറ്റ്
എന്നൊക്കെ പറയണില്ല, ഹാപ്പി എന്നൊക്കെ പറയുന്നില്ലേ. അതേമാതിരി മലയാളത്തിലാണെങ്കിൽ ഹായ്, ഹലോ, ആ ശബ്ദം കേട്ടോ. ഹേ, എന്താണ്? ഹേ. ഹേ വെച്ചിട്ടുള്ള വാക്കാണ് ഹവേലി. ഹവേലി. വീടിനെ പറയുന്ന വേറൊരു പേരാണ് ഹവേലി കേട്ടോ. വീടിന് വേറെയും പേരുണ്ട്, പക്ഷേ ഹവേലി എന്നും വീടിനെ പറയും. അടുത്തത് ഹൽവ. ഹൽവ. അടുത്തത് ഹുറൂഫ്. ഹുറൂഫ് അക്ഷരങ്ങളെ പറയുന്നതാണ് കേട്ടോ. ഉറുദുവിൽ അക്ഷരങ്ങളെ പറയുന്ന വാക്കാണ് ഹുറൂഫ്. അപ്പോൾ ഒന്നുകൂടി വായിച്ചു നോക്കാം. ഹേ, ഹവേലി, ഹൽവ, ഹുറൂഫ്. ഹേ, ഹവേലി, ഹൽവ, ഹുറൂഫ്. അടുത്ത അക്ഷരമാണ് ഹേ. അടുത്തത് എന്താണ്? ഹേ. എഴുതിയത് കെ ആണല്ലോ അല്ലേ, നഖം. അതിലത്തെ ഘേ, അങ്ങനെ ഘേ ആണ് എഴുതിയിരിക്കുന്നത്. പിന്നെ എന്താ പറയുമ്പോൾ ഒരു വ്യത്യാസം എന്ന് തോന്നും. നമുക്ക് ഹേ എന്ന് മലയാളത്തിൽ എഴുതാൻ പറ്റാത്തതുകൊണ്ടാണ്. നമ്മൾ ഇംഗ്ലീഷിലിപ്പോൾ നമുക്ക് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയേ എഴുതാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പോൾ എങ്ങനെയാണ് ഇത് ഉച്ചരിക്കുക? അപ്പോൾ നമ്മൾ നമ്മുടെ തൊണ്ടയിൽ എന്തെങ്കിലും കുടുങ്ങിയെന്ന് വിചാരിക്കും, നമ്മൾ ഹേ ഹേ എന്ന് പറയാറുണ്ട് അല്ലേ. അതേപോലെ ഹേ നമ്മുടെ തൊണ്ടയുടെ ഉൾഭാഗത്ത് നിന്ന് വേണം വരാൻ കേട്ടോ. ഹേ. ഹേ വെച്ചിട്ടുള്ള വാക്കാണ് ഖർഗോഷ്. ഖർഗോഷ്. ഒരു മുയലുണ്ട് കേട്ടോ ഇവിടെ ഈ ചിത്രത്തിൽ. ഖർഗോഷ്, മുയലിനെ പറയുന്ന പേരാണ് ഖർഗോഷ്. അടുത്തതോ, ഇത് നമ്മുടെ കുടുംബം, ഒരു കുടുംബമാണ് അല്ലേ. ആ കുടുംബത്തിനെ നമ്മൾ ഉറുദുവിൽ പറയുന്ന പേരാണ് ഖാൻദാൻ. ഖാൻദാൻ. എന്താണ്? ഖാൻദാൻ. പറഞ്ഞു കഴിഞ്ഞാൽ 1, 2, 3 തവണ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഹേ കിട്ടും കേട്ടോ. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഖർഗോഷ്, ഖാൻദാൻ. ഹേ, ഖർഗോഷ്, ഖാൻദാൻ. നമ്മുടെ അടുത്ത അക്ഷരമാണ് ഇത്. ഇതാണ് ദാൽ. എന്താണ്? ദാൽ. ദ എന്നുള്ള ശബ്ദം കേട്ടോ. പദം അല്ലേ, പദസൂര്യൻ എന്നൊക്കെ പറയുന്ന അതായില്ലേ, അതാ ദാൽ. എന്താണ്? ദാൽ. ദാൽ എന്ന് എഴുതാൻ വളരെ സിമ്പിളാണ്. ദാൽ, ഇത്രയേ ഉള്ളൂ. ദാൽ കേട്ടോ. ദാൽ. ദാൽ വെച്ചിട്ടുള്ള ആദ്യത്തെ വാക്കാണിത്. ദാന്ത്. ദാന്ത്. ദാന്ത് എന്ന് പറഞ്ഞാൽ പല്ല്, പല്ലിനെ പറയുന്ന വാക്കാണ് ദാന്ത്. ദാന്ത്. ദർഹത്ത്. ദർഹത്ത്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ചിലവർ ചോദിക്കും, പേല് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ, വീണ്ടും എന്താ ഇതിൽ വന്നിരിക്കുന്നതെന്ന്. അപ്പോൾ പേടിനെ പറയുന്ന വേറെ ഒരു വാക്കാണ്, നമ്മൾ മരം എന്ന് പറയും, വൃക്ഷം എന്നൊക്കെ പറയില്ലേ, അതേപോലെ തന്നെയുള്ള വേറെ വാക്കാണ് ദർഹത്ത്. ദർഹത്ത്. അടുത്തതോ ദങ്ക്. ദങ്ക്. ദങ്ക് എന്ന് പറഞ്ഞാൽ മഴവില്ല്. അപ്പോൾ ദാൽ എന്നുള്ള അക്ഷരം വെച്ചിട്ടുള്ള വാക്ക്, ആദ്യത്തെ വാക്ക് ദാന്ത്, ദർഹത്ത്, ദങ്ക്. ദാന്ത്, ദർഹത്ത്, ദങ്ക്. അടുത്ത അക്ഷരം ഡാലാണ് കേട്ടോ. ഈ നമ്മൾ ഡാഗിനി എന്നൊക്കെ പറയുന്ന ഡായില്ലേ, ആ ഡാൽ. ഡാൽ, ഡാൽ, ഡാൽ കേട്ടോ. ഡാലാണ്. ഡാല് വെച്ചിട്ടുള്ള, ഡാൽ എഴുതുന്നത് എങ്ങനെയാണ്? നമ്മുടെ ദാലുണ്ടല്ലോ, ആ ദാല് എഴുതിയിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ ചെറിയൊരു, ഇതിൻ്റെ ഉള്ളിൽ കാണുന്നില്ല, ഒന്നുകൂടി എഴുതരാം. ഇങ്ങനെ കേട്ടോ, ബി പോലെ, നമ്മൾ സ്മോൾ ലെറ്റർ ബി ഇല്ലേ, അതുപോലെ. ഇത്രയും വലുതാക്കി എഴുതേണ്ട കാര്യമില്ല, ഇങ്ങനെ. ഓക്കെ, ഇതാണ് ഡാല്. അപ്പോൾ ഡാല് വെച്ചിട്ടുള്ള ആദ്യത്തെ വാക്കാണ് ഡബ്ബ. ഡപ്പിയില്ലേ, ഡപ്പി, അതാണ് കേട്ടോ ഡബ്ബ. ഡ്രൈവർ. ഡ്രൈവർ. ഡാക്കിയ. ഡാക്കിയ എന്ന് പറഞ്ഞാൽ പോസ്റ്റ്മാൻ ആണ്. ഡാക്കിയ, പോസ്റ്റ്മാൻ. ഡബ്ബ. ഡബ്ബ, ഡ്രൈവർ, ഡാക്കിയ. അപ്പം ഡാല്, ഡബ്ബ, ഡ്രൈവർ, ഡാക്കിയ. കൂടെ വായിച്ചാൽ കിട്ടും കേട്ടോ. ഡാല്, ഡബ്ബ, ഡ്രൈവർ, ഡാക്കിയ. അടുത്ത അക്ഷരമാണ്
സാല്. അടുത്ത അക്ഷരമാണ് സാല്. സാല് കേട്ടോ. സായും അല്ല എന്നാൽ സായും അല്ല. സാല്. സാല് കേട്ടോ. സാല്. നമുക്കത് ഇംഗ്ലീഷിൽ എഴുതി കഴിഞ്ഞാൽ SAL തന്നെ ആകും. അതുകൊണ്ടാണ് എഴുതാത്തത്. സാല് കേട്ടോ. സാല്. സാല്. സാല് വെച്ചിട്ടുള്ള ആദ്യത്തെ വാക്കാണ് ഈച്ചയെ പറയുന്ന വാക്കാണ് സുബാബ്. സുബാബ്. എന്താ? സുബാബ്. ഈച്ചയ്ക്ക് പറയുന്ന വേറൊരു വാക്കും ഉണ്ട് കേട്ടോ. ഇത് വേറെ സമാന പദമാണ്. സുബാബ്. സുബാബ്. അടുത്തത് സഹീൻ. സഹീൻ. സഹീൻ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയുണ്ട്, അതിൻ്റെ തലയിൽ അല്ലേ, കുട്ടിയുടെ തലേൻ്റെ മുകളിലൊരു ബൾബ് കത്തുന്ന ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ബുദ്ധിയുള്ളവരിനെ സാധാരണ ആയിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യാറുണ്ട് അല്ലേ, ഇങ്ങനെ ബൾബൊക്കെ തലയിൽ കത്തിച്ചിരിക്കുന്ന പോലത്തെ ചിഹ്നമായിട്ട് കണ്ടില്ലേ. അപ്പോൾ ബുദ്ധിമതി എന്നാണ് അർത്ഥം. അപ്പോൾ സഹൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിയാണ്, സഹീൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പോൾ സുബാബ്, സഹീൻ. അടുത്തത് ഒരു ചാക്കാണ്, ചാക്കുകെട്ടാണ്. സഹീറ. 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 അപ്പോൾ സുബാബ്, സഹീൻ, സഹീറ. ഓക്കെ അല്ലേ? ഒന്നുകൂടി. സാല്, സുബാബ്, സഹീന്, സഹീറ. അപ്പോൾ അടുത്ത അക്ഷരം റേയാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച അക്ഷരങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇങ്ങനെ ജീമിൻ്റെ എഴുതിയിട്ട് ഇങ്ങനെയുള്ളതിൽ തന്നെ 4 അക്ഷരങ്ങൾ വന്നു. ജീമ്, ചെ, ഹെ, ഹെ. ജീമ്, ചെ, ഹെ, ഹെ. അതേപോലെ അടുത്തത് ദാല്. ദാലിൻ്റെ പല വകഭേദങ്ങൾ വന്നു അല്ലേ. ദാല്, ഡാല്, ഡാല്, സാല്. ദാല്, ഡാല്, സാല്. അപ്പോൾ എത്രയും വന്നു. ഇനി അടുത്ത ആളാണ് റേ. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് കേട്ടോ ബാക്കി വരുന്ന 3 അക്ഷരങ്ങളും കൂടെ വരുന്നത്. അപ്പോൾ ഇതാണ് റേ. എന്താണിത്? റേ. റേ ആണിത്. നമ്മൾ ഇംഗ്ലീഷിൽ റാറ്റ്, അതേമാതിരി മലയാളത്തിലാണെങ്കിൽ പറവ, മുറി, അറ കേട്ടോ. അപ്പോൾ റോട്ടി. 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 റുപ്പയ. റുപ്പയ. റിക്ഷ. റോട്ടി, റുപ്പയ, റിക്ഷ. ഒന്നുകൂടെ. റോട്ടി, റുപ്പയ, റിക്ഷ. റോട്ടി, റുപ്പയ, റിക്ഷ. ഇനി നമ്മുടെ അടുത്ത അക്ഷരം ഡേ. ഡേ ആണ് കേട്ടോ. ഡേ. നമ്മൾ ഡക്ക ആദ്യത്തെ ഡേ. ഡേ ആണ്. അപ്പോൾ ഡേയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഡേ എന്നുള്ള അക്ഷരം വെച്ചിട്ട് ഒരു വാക്കും ഉറുദുവിൽ തുടങ്ങാറില്ല. തുടക്കത്തിൽ ഒരിക്കലും വരാത്ത അക്ഷരമാണ് നമ്മുടെ ഡേ. മനസ്സിലായോ? ഇടയിലോ അവസാനമോ ഒക്കെ ആയിട്ടായിരിക്കും നമ്മുടെ ഈ ഡേനെ കാണാൻ സാധിക്കുള്ളൂ. തുടക്കത്തിൽ എന്തുണ്ടാവില്ല? ഡേ വരാറില്ല. അതാണ് ഈ ഡേയുടെ പ്രത്യേകത. അപ്പം ഡേ വെച്ചിട്ടുള്ള വാക്കാണ് ലഡ്ക. ലഡ്ക. ലഡ്ക എന്ന് പറഞ്ഞാൽ ആൺകുട്ടി. ആൺകുട്ടിയെ പറയുന്ന പേരാണ് ലഡ്ക. അടുത്തതോ ലഡ്കി. ലഡ്കി പെൺകുട്ടി. ലഡ്ക, ലഡ്കി. അടുത്തത് ജാഡു. ജാഡു എന്ന് പറഞ്ഞാൽ സ്വീപ്പർ അല്ല കേട്ടോ, ചൂല്. ചൂലിനെയാണ് നമ്മൾ ജാഡു എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒന്നുകൂടെ. ലഡ്ക, ലഡ്കി, ജാഡു. ഡേ, ലഡ്ക, ലഡ്കി, ജാഡു. അടുത്ത അക്ഷരമാണ് ഇത്. അടുത്ത അക്ഷരം ഷേ എന്ന് പറയാം. നമ്മൾ ഷേ, ഷേ കേട്ടോ. ഷേ എന്നാണ് പറയുക. നമ്മൾ റാ പോലെ എഴുതിയിട്ട് റാ ഇങ്ങനെയാണ് എഴുതുക. റാ എഴുതിയിട്ട് 3 കുത്തിടുന്നതാണ് ഷേ. ഷേ. നമ്മൾ ചിലപ്പോഴൊക്കെ ഴ ആയിട്ടും ഴായുടെ പകരവും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഇത് ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണത്തിന് മലമ്പുഴ എന്ന് പറയുന്ന സമയത്ത് ആ ഴായ്ക്ക് പകരമായിട്ട് വരുന്നത് ഈ അക്ഷരമാണ്. അപ്പോൾ അങ്ങനെയും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഴ എന്നും പറയാറുണ്ട് കേട്ടോ.
അപ്പോൾ ഉറുദു പഠിക്കുന്ന അല്ലെങ്കിൽ ഉറുദു മദർ ടങ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഷേ എന്നാ പറയുക. അവർക്ക് ഴ ഒന്നും വരില്ല, വരില്ല. ഈ ഴേ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഫാർസിയിലെ അക്ഷരമാണ്, പേർഷ്യൻ അക്ഷരമാണ് കേട്ടോ. ഉറുദുവിൽ 28 അറബി അക്ഷരവും അതുപോലെ തന്നെ 4 പേർഷ്യനിലെയും ബാക്കി 3 ഉറുദുവിന് വേണ്ടി ഉണ്ടാക്കിയതും അങ്ങനെയുള്ളതാണ് അക്ഷരങ്ങൾ. അപ്പോൾ ഇതെന്താണ്, ഇത് ഒരു പേർഷ്യൻ അക്ഷരമാണ്. അപ്പോൾ ഇത് ആലിപ്പഴമാണ് ഉദ്ദേശിക്കുന്നത്, മഴയല്ല, ആലിപ്പഴത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. ആലിപ്പഴത്തിനെയാണ് നമ്മൾ പറയുക ഴാല, ഇതാണ് ഴാല. അതേപോലെ അഷ്ദഹ എന്ന് പറഞ്ഞാൽ വലിയ പാമ്പിനെയാണ് പറയുന്നത്, അഷ്ദഹ. അതേപോലെ ഇതിൽ ടെലിവിഷൻ. അപ്പോൾ ഇതിൽ ഷാന്ന് വരുന്നുണ്ട്. ഇതിൽ വരുന്ന സമയത്ത് നമ്മൾ ഴാല എന്നാണ് സാധാരണ പഠിച്ചിരിക്കുന്നത്. നമ്മളൊക്കെ പറയുന്ന സമയത്ത് ഴാല എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ഉറുദു പ്രൊനൗൺസ് ചെയ്യുന്ന ആളുകളുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരത് വ്യത്യസ്തമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഷ എന്നുള്ള ശബ്ദത്തിന് ഷേ, ഇത് ഷേ എന്നാണ് അക്ഷരം. ഷേ എന്നുള്ള ആ ഒരു ശബ്ദത്തിന്, എന്നുള്ള ശബ്ദത്തിന് ചില സമയങ്ങളിൽ നമ്മൾ മലയാളത്തിലെ ഴായ്ക്ക് പകരമായിട്ടും എന്ത് ഉപയോഗിക്കാറുണ്ട്, ഈ അക്ഷരം ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഷേ, ഴാല, അഷ്ദഹ, ടെലിവിഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും അക്ഷരങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പോൾ അക്ഷരങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കുക, വാക്കുകളും മനസ്സിലാക്കുക. വാക്കുകളൊക്കെ നമ്മൾ 1-2 പ്രാവശ്യം നന്നായി കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വാക്കുകളൊക്കെ കാണാതെ പഠിക്കാൻ കഴിയും. എപ്പോഴും പദസമ്പത്തുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഏത് ഭാഷയും അനായാസം കൈകാര്യം ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഓരോ വാക്കുകളും നന്നായി കേട്ട് പഠിക്കുക, അതുപോലെ കണ്ടു പഠിക്കുക, എഴുതി പഠിക്കുക, അക്ഷരങ്ങളൊക്കെ തിരിച്ചറിയുക. പിന്നെ ഇതിന് മുന്നേ ഞാൻ ഓരോ സ്ലൈഡിലും എന്തിനാ ഉറുദു അങ്ങനെ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ പറയുന്നത് നമ്മൾ മനസ്സിലാക്കി വേണം പഠിക്കാൻ. ഇഷ്ടപ്പെട്ട് വേണം ഓരോന്നും പഠിക്കാൻ. ഇഷ്ടപ്പെട്ട് പഠിച്ചാൽ മാത്രമാണ് നമുക്കതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള നേട്ടം ലഭിക്കുകയുള്ളൂ. മനസ്സിലായോ? എൻ്റെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെറുപ്പത്തിൽ ഉറുദു വളരെ ഇഷ്ടപ്പെട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. വളരെ ഇഷ്ടമായിരുന്നു. 5 മുതൽ 10 വരെയും ഉറുദു പഠിച്ചു. +2 എനിക്ക് പഠിക്കാൻ പറ്റിയില്ല. +2 ഉറുദു ഉണ്ടായിരുന്നില്ല, ഹിന്ദിയാണ് പഠിച്ചത്. പക്ഷേ ആ +2 പഠിക്കുന്ന സമയത്തും എനിക്ക് ആ ഉറുദുവിനോടുള്ള താല്പര്യം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, കലോത്സവമൊക്കെ വന്ന സമയത്ത് കഥാരചനയിൽ പങ്കെടുത്തു. ജില്ലയിലൊക്കെ ഫസ്റ്റ് കിട്ടി. ആദ്യം സ്കൂളിൽ നിന്ന് കിട്ടി, സബ് ജില്ലയിലെത്തി, സബ് ജില്ലയിൽ നിന്ന് കഴിഞ്ഞ് ജില്ലയിൽ വന്നു, ജില്ല കഴിഞ്ഞ് സ്റ്റേറ്റ് വരെ പോയി. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യം നമ്മുടെ മനസ്സിലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് ഏത് സമയത്തും ഉപയോഗിക്കാൻ കഴിയും. മനസ്സിലായോ? അതിനു വേണ്ടിയാണ് ഈ ഒരു അനുഭവം പറഞ്ഞത്. അപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സിൽ മാത്രമേ പഠിക്കാൻ പറ്റുകയുള്ളൂ, 5 മുതൽ 7 വരെ മാത്രമാണ് പഠിക്കാൻ പറ്റുകയുള്ളൂ എങ്കിലും ആ ഭാഷയെ നെഞ്ചോട് ചേർക്കുക. നെഞ്ചോട് ചേർത്താണ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ആ ഭാഷ നമ്മുടെ കൂടെ ഉണ്ടാവും. അത് വെച്ച് നമുക്ക് ഏത് കാലത്ത് വേണമെന്നുണ്ടെങ്കിലും ഉപകാരം ഉണ്ടാവും. മനസ്സിലായോ? ഇപ്പോൾ നിങ്ങൾ 7 വരെ പഠിച്ചു, അത് കഴിഞ്ഞ് നിങ്ങൾ +2 ഒക്കെ കഴിഞ്ഞിട്ടാണ് ഡിഗ്രി എടുക്കാൻ പോകുന്ന സമയത്താണ് ഉറുദുവിനെക്കുറിച്ചുള്ള ഇഷ്ടം വന്നത്, അതിൽ പഠിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പം വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഡിഗ്രി എടുക്കാം, അല്ലെങ്കിൽ വേറെ BA ജേർണലിസ്റ്റും ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇഷ്ടത്തോടു കൂടിയെല്ലാം പഠിക്കുക. ഓക്കെ, ശുക്രിയ. അടുത്ത ക്ലാസ്സിൽ ബാക്കി അക്ഷരങ്ങളുമായിട്ട് നമുക്ക് കാണാം ഇൻഷാ അല്ലാഹ്.